മധ്യേഷ്യയിലെയും വടക്കൻ ആഫ്രിക്കയിലെയും സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് ഉച്ചകോടി. പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു. ഇറാന് നേരെയുണ്ടായ ഇസ്രയേലിന്റെ സൈനികാക്രമണത്തെ അപലപിക്കുന്നുവെന്നും സംയുക്ത പ്രസ്താവന. വിവരങ്ങളുമായി മനു അഖില ചേരുന്നുണ്ട്. മനു, വൈകിയാണെങ്കിലും അങ്ങനെയൊരു പ്രസ്താവന നടത്താൻ തയ്യാറാവുകയാണ് ലോകരാഷ്ട്രങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശം? അഖില, പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചാണ് ബ്രിക്സ് ഉച്ചകോടി ആരംഭിച്ചത്. ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാടിന് ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതും. പഹൽഗാം ഭീകരാക്രമണം മാനവരാശിക്കെതിരായ ആക്രമണമാണെന്നാണ് മോദി ബ്രിക്സിൽ പറഞ്ഞത്. ഇന്ത്യക്കൊപ്പം നിന്ന എല്ലാ രാജ്യങ്ങൾക്കും മോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തോടുള്ള നിലപാട് സൗകര്യമനുസരിച്ചാകരുതെന്നും ഒരു വിമർശനം മോദി ഉന്നയിച്ചിട്ടുണ്ട്. എവിടെയാണ് ഭീകരാക്രമണം നടന്നത് എന്നത് നോക്കി നയം സ്വീകരിക്കുന്നത് മാനവരാശിക്കാകെ എതിരാണെന്നും മോദി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരയും ഒരുപോലെ കാണരുതെന്നും മോദി ഇപ്പോൾ ബ്രിക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരതയെ ഗൗരവത്തോടെ നേരിടുന്നില്ലെന്ന സന്ദേശം പാടില്ലെന്നും ബ്രിക്സ് രാജ്യങ്ങളോട് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ യുദ്ധങ്ങൾക്കെതിരാണെന്നും മോദി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഗാസയിലെ മാനുഷികസ്ഥിതി ആശങ്കാജനകമാണെന്ന് പറഞ്ഞ മോദി സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരർക്ക് സുരക്ഷിതമായ താവളം നൽകുന്നതിനെ എതിർക്കുമെന്നും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. രാജ്യങ്ങളുടെ സുരക്ഷ എന്നത് അതീവ പ്രാധാന്യമുള്ള വിഷയമാണെന്നാണ് ബ്രിക്സ് രാജ്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഇത് പരിഹരിക്കണമെന്നും ബ്രിക്സ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്നും ബ്രിക്സ് രാജ്യങ്ങൾ ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മധ്യേഷ്യയിലെയും വടക്കൻ ആഫ്രിക്കയിലെയും സംഘർഷങ്ങളിലും ഒരാശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചകോടിയിൽ ഒരു ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കും ബ്രസീലിനും യുഎനിൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടതായും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആഗോള ഭരണഘടനയിൽ സമഗ്രമായ പരിഷ്കരണം വേണമെന്നാണ് മോദി പറഞ്ഞു വെക്കുന്നത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് മികച്ച പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെയും ബ്രിക്സ് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ അപലപിച്ചിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണെന്നും ബ്രിക്സ് രാജ്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അഖില, മോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. അതിൽ അദ്ദേഹം ഇന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയാണ് ഈ തീരുമാനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. മനു അഖിലയാണ് വിവരങ്ങൾ നൽകിയത്.